ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു അവസ്ഥ എന്തൊക്കെയാണ് ഈ കുട്ടികൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. 9, 10, 12 വയസ്സായ പിള്ളേര് തൂങ്ങി മരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ടി വിയുടെ റിമോട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നെ കാറിൽ കളിക്കാൻ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ വെക്കേഷന് ടൂറ് കൊണ്ടുപോയില്ല, സഹോദരനും സഹോദരിയും തമ്മിലുള്ള പിണക്കത്തിൽ കയറി തൂങ്ങി മരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് ഈ നിസ്സാര കാര്യങ്ങളാണ് ഈ പിള്ളേരെ ഇങ്ങനെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലെ ഉപയോഗമൊക്കെ പിള്ളേരെ വല്ലാതെ ഇങ്ങനെ ഇതിലേക്ക് അഡിക്റ്റ് ആക്കുക. അല്ലെങ്കിൽ ഈ 4-5 വയസ്സായ പിള്ളേർക്കൊക്കെ എങ്ങനെ അറിയാവുന്ന ഈ തൂങ്ങി മരിക്കുന്നത് ഇങ്ങനെയാണെന്നും ഈ കയറിട്ട് തൂങ്ങേണ്ടത് ഇങ്ങനെയാണെന്നും ഒക്കെ എനിക്കറിയില്ല. ജനൽ കമ്പികളിൽ വരെ തൂങ്ങി നിൽക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് മുൻകൂട്ടി കരുതി മരിക്കും. റിസൾട്ട് വരുമ്പോൾ ഏറ്റവും മികച്ച മാർഗോടെ ജയിക്കും. അങ്ങനെ ഈ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് മക്കളെ, ചെയ്യരുതെന്നൊരു ആവർത്തി പറഞ്ഞാലും പിള്ളേരൊന്നും കേൾക്കില്ല എന്നുള്ളതാണ്. ഇത് പറയാനൊരു കാരണമുണ്ട്. നേമത്ത് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അഹല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു മകൾ, പിഞ്ചു കുഞ്ഞ് അങ്ങനെ തന്നെ പറയണം, മരിച്ചു, തൂങ്ങി മരിച്ചു. അതിന്റെ കാരണം കേട്ട് പോലീസുകാർ വരെ ഞെട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, എന്തെങ്കിലും ആരെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തതായിരിക്കും, അല്ലാതെ കുഞ്ഞിന് സ്വയം മരിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ പിള്ളേർക്കൊക്കെ ഇത് അറിയാം എന്ന് അറിയുമ്പോഴാണ് സത്യത്തിൽ അച്ഛനമ്മമാർക്കൊക്കെ മക്കളെ വഴക്ക് പറയാനോ എന്തെങ്കിലും അവരെ ഒന്ന് ശാസിക്കാനോ അവരെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കാനോ ഒക്കെ ഭയം വരുന്നത്. കാരണം എന്തെങ്കിലും ചെയ്തു കളയോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടായി. ഇത് നേമത്താണ് സംഭവം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹല്യ എന്ന് പറയുന്ന പെൺകുഞ്ഞ് അവൾ മരിക്കുന്നു. 9 വയസ്സായ കുട്ടിയാണ്. വീട്ടിൽ അമ്മയും കുഞ്ഞനുജത്തി 1.5 വയസ്സായ കുഞ്ഞനുജത്തിയും പിന്നെ ഈ അമ്മയും കുഞ്ഞനുജത്തി അഹല്യയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 1.5 വയസ്സായ കുഞ്ഞിനെ 9 വയസ്സുകാരെ അഹല്യയെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. അമ്മ അടുക്കള ജോലി ചെയ്യാൻ നേരത്ത് കുഞ്ഞ് താഴെ വീഴുന്നു. 1.5 വയസ്സായ അനുജത്തി തറയിൽ വീഴുന്നു. തറയിൽ വീഴുന്നപ്പോൾ അമ്മ സ്വാഭാവികമായും മൂത്ത കുട്ടിയെ വഴക്ക് പറയും. അത് സ്വാഭാവികമാണ്. നിന്റെ ശ്രദ്ധക്കുറവാണ്, നീ നോക്കാത്തത് കൊണ്ടാണ് കുഞ്ഞ് വീണത്, അനിയത്തെ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ ജോലിക്ക് പോയത് അടുക്കളയിലോട്ട്, പിന്നെ എന്താണ് നീ കുഞ്ഞിനെ നോക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് അമ്മ ശാസിക്കും. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. നീ അനുജത്തി മൂത്ത കുഞ്ഞിനെ ഒന്ന് നുള്ളുകയോ ഉപദ്രവിക്കുകയോ ചെയ്താലും അനുജത്തിയോട് അമ്മ ചോദിക്കും, എന്തിനാണ് ചേച്ചി അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഇവിടെയും അതേ രീതിയിലാണ് അമ്മ ചോദിച്ചത്, നീ എന്തിനാണ് അനിയത്തിയെ താഴെ തള്ളിയിട്ടത്, അല്ലെങ്കിൽ അനിയത്തി എങ്ങനെയാണ് വീണതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും അമ്മയുടെ ജോലിയും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് അമ്മ മുഴുകി. ഇത് കുട്ടിക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതിനു മുൻപും ഈ അഹല്യ അമ്മയോട് പലതവണ അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇളയ അനിയത്തിയോടാണ് സ്നേഹം കൂടുതൽ, എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട, എന്നോടിപ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വല്ലാത്ത പിന്നെ ഈ കുട്ടി ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഈ അച്ഛനും അമ്മയോടും പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, ഇളയ കുഞ്ഞ് വരുമ്പോൾ സ്വാഭാവികം അതിന് 1.5 വയസ്സേ ഉള്ളൂ, അതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കേണ്ട സമയമാണ്. മറ്റേ കുഞ്ഞ് 9 വയസ്സായില്ലേ, കുറച്ചൊക്കെ വളർന്നു. അപ്പോൾ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും നോക്കാനുള്ള ഒരു പക്വതയുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ എന്ന് വിശ്വസിച്ചാണ് ഒരമ്മയ്ക്കും അച്ഛനും, എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കള് കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഇനി അല്ലാത്തവരുണ്ട് എങ്കിൽ ശരി, എനിക്കത് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വേറിട്ടൊന്നും കാണാൻ അച്ഛനും അമ്മയ്ക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ അനുജത്തിയെ ഈ വീണ്ടും മൂത്ത കുട്ടിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അമ്മ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ വെളിയിലത്തെ വാതിൽ അടച്ചിട്ട് അമ്മ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് എന്തോ വാങ്ങാനായി അമ്മ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയ സമയത്ത് ഈ 9 വയസ്സുകാരി അഹല്യ ചെയ്തത് സത്യത്തിൽ പോലീസിനെ വരെ ഞെട്ടിച്ചു എന്നാണ്. 146 സെന്റിമീറ്റർ ഉയരമുള്ള ഈ കുട്ടി കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കസേരയിട്ട് കയറി നിന്നിട്ട് ഫാനിൽ ഒറ്റ കുരുക്കിട്ട് തൂങ്ങി മരിക്കും. ഈ മരിക്കുന്ന സമയത്ത് ജന്നൽ തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് വരാനൊക്കെ കഴിഞ്ഞു എന്നുള്ളത്, കാരണം കുരുങ്ങി നിന്നിട്ട് ഈ കുട്ടി നിലവിളിച്ചില്ല എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല. ആദ്യം ഇതിൽ ദുരൂഹത ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും
ഉപദ്രവിച്ചിട്ട് കുട്ടിയെ കെട്ടിത്തൂക്കിയതാണോ, അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം, ഫോറൻസിക് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് ശേഷം കൃത്യമായി മനസ്സിലായി കഴുത്തിൽ കുറുക്ക് മുരുകി തന്നെയാണ് കുട്ടി മരണപ്പെട്ടത് എന്നുള്ളത്. ഈ കുട്ടിക്ക് 145 സെന്റിമീറ്റർ ഉയരമേ ഉള്ളൂ. 146 സെന്റിമീറ്ററുള്ള കുട്ടി 145 സെന്റിമീറ്റർ ഉയരമുള്ള കട്ടിലിന്റെ മുകളിൽ കയറി ഫാനിൽ കുരുക്കിട്ട് മരിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസുകാർ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ 4ാം ക്ലാസ്സുകാരിക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ മക്കള് നമ്മുടെ കണ്ണു മുമ്പിലാണ് അവർ ചെറുത്, മാനസികമായൊക്കെ അവർ വലിയ വളർച്ച നേടിയിട്ടുണ്ടെന്ന് ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികമായും മൂത്ത കുട്ടി മരണപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ല എന്ന് കണ്ടിട്ടാണ് അവൾ മരിച്ചത്, അവൾ തങ്ങളെ വിട്ട് പോയതെന്ന് ആലോചിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ട്. അത് ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയില്ല. അതിനപ്പുറവുമാണ് അവരാ സ്വബോധത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് ദിവസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ അവരുടെ മാനസിക നില ശരിയായിട്ടില്ല. അത് ശരിയായി കഴിയുമ്പോൾ കൂടുതൽ അവരുടെ ഭാഗത്തുനിന്ന് മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കുഞ്ഞുമക്കളെ, വലിയ മക്കളായാലും കുഞ്ഞുമക്കളായാലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇനി ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഇതിലും വലിയ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, പഠിക്കാൻ പണമില്ലാതെ, പിന്നെ എന്താ പറയുക, ജീവിക്കാൻ വകയില്ലാതെ ഒക്കെ എത്ര മക്കളാണ് ഈ വഴിയരികിലും കിടക്കാൻ കിടപ്പാടമില്ലാതെ മഴയത്തൊക്കെ നനഞ്ഞു കുളിച്ച് ഒക്കെ ജീവിക്കുന്നത്. ഒരു ടാർപ്പാളൊക്കെ വലിച്ചു കെട്ടി അതിൻ്റെ അകത്ത് കഴിയുന്ന എത്ര ആളുകളുണ്ട്. ഇതൊക്കെ പിന്നെ എന്താ പറയുക, നമ്മളത് മനസ്സിലാക്കണം. പിന്നെ അച്ഛനമ്മമാരോട് പറയാനുള്ളത്, ഒരുപാട് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു 5, 6, 7 അല്ലെങ്കിൽ ഒരു 8 വയസ്സിനൊക്കെ ശേഷമായിരിക്കും അടുത്ത കുട്ടിയെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ ഈ മൂത്ത കുട്ടിയോടാണ് ഇവർക്ക് ഭയങ്കരമായ അതിയായ സ്നേഹം മുഴുവൻ ഈ മൂത്ത കുട്ടിക്ക് കൊടുക്കും. ഈ മൂത്ത കുട്ടിയാണ് ഞങ്ങളുടെ ലോകം, എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും, അവളോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കും, കളിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കൂടുതൽ സമയം അവർക്ക് വേണ്ടി, മൂത്ത ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അവർക്ക് വേണ്ടി ചെലവഴിക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഈ കുട്ടിക്കൊരു മാനസികമായ ഒരു വളർച്ച ഉണ്ടാകും. ആ സമയത്തായിരിക്കും ഈ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും മൂത്ത കുട്ടിക്ക് ഒരു പക്വത വന്നല്ലോ, അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെറുതായെങ്കിലും നോക്കാനുള്ള ഒരു പ്രാപ്തി ആയല്ലോ എന്ന് വിചാരിച്ച് ഈ രണ്ടാമത്തെ കുട്ടിയുടെ, അത് കുഞ്ഞു കുട്ടിയല്ലേ, അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനെ കളിപ്പിക്കുകയും, അപ്പോൾ പിന്നെ അതിന് പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതിന്റെ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോഴും അമ്മമാരല്ല അവര് മൂത്ത കുഞ്ഞിന്റെ കാര്യം നോക്കുക. പക്ഷെ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പല കുട്ടികൾക്കും കഴിയില്ല. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് എൻ്റെ വീടും അപ്പുവിൻ്റെയും സിനിമ നമ്മൾ കണ്ടതാണ്. അതിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട്. ഒരു മൂത്ത കുഞ്ഞ് വന്നതിന് ശേഷം മൂത്ത കുട്ടിയെ ഒരുപാട് തരത്തിൽ സ്നേഹിച്ച് വലിയ സ്നേഹം കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞ് വന്നപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല, അവരുടെ സ്നേഹം മൊത്തവും ഇളയ അനിയനാണ് അല്ലെങ്കിൽ അനിയത്തിക്കാണ് കൊടുക്കുന്നത്, എന്നെ അവർക്ക് വേണ്ട, എന്നോടിപ്പോൾ അവർ പഴയതുപോലെ സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല എന്നൊക്കെ ഈ കുട്ടികളുടെ മൈൻഡിൽ ഇങ്ങനെ വല്ലാത്ത ഒരു എന്താ പ്രശ്നം ഉണ്ടാക്കുക. പണ്ട് ഹോംവർക്ക് ഒക്കെ എഴുതുമ്പോൾ അച്ഛനും അമ്മയും എന്നെ സഹായിക്കാറുണ്ട്, എനിക്ക് സ്കൂളിൽ ഈ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് പോകാൻ അച്ഛനും അമ്മയും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഇപ്പോൾ അവർക്ക് അനിയനെ മതി അല്ലെങ്കിൽ അനിയത്തിയെ മതി എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത തോന്നൽ ഈ വേർതിരിവ് ചില വീടുകളിൽ ഉണ്ടാകാറുമുണ്ട്. കാരണം അനിയൻ കുഞ്ഞല്ലേ, നീ വലിയ കുട്ടിയായില്ലേ, നീ നിന്റെ കാര്യം നോക്കുക, എനിക്ക് അനിയന്റെ കാര്യം നോക്കണ്ടേ, അല്ലെങ്കിൽ അനിയത്തിയുടെ കാര്യം നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മമാരും അത്തരത്തിൽ പെരുമാറുമ്പോൾ കുട്ടികളെ അത് വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്തരം ഈ നിയമത്ത് സംഭവിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഈ സ്നേഹക്കുറവ് മൂലം പല സ്ഥലങ്ങളിലും കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല, പക്ഷെ കുട്ടിയുടെ മനസ്സിൽ അത് സ്വയമായി രൂപപ്പെടുന്നു. കുട്ടി പിന്നെ അത് താങ്ങാൻ കഴിയില്ല. 9 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ചിന്ത മുഴുവൻ അച്ഛനും അമ്മയ്ക്ക് ഇനി എന്നെ വേണ്ട, ഇനി അനുജത്തിയ മതി, അവളോടാണ് സ്നേഹം, അവൾ വീണപ്പോൾ എന്നെ അമ്മ ഇത്രയും വഴക്ക് പറഞ്ഞില്ലേ, എന്നെ ഒന്ന് ആശ്വസിപ്പേ പോലും അമ്മ ചെയ്തില്ലല്ലോ, എന്നിട്ട് അവൾക്ക് വേണ്ടിയല്ലേ അമ്മ എന്നെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ അമ്മ എന്നെ അടിച്ചത്, അമ്മ എന്നെ നുള്ളിയതെന്നൊക്കെ ചെറിയ കുഞ്ഞു മനസ്സിൽ തോന്നും. ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട, ഞാൻ ജീവിച്ചിട്ടാലും എന്നെ അമ്മയ്ക്ക് സ്നേഹിക്കാൻ അച്ഛനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വല്ലാത്ത ചിന്ത ഈ സോഷ്യൽ മീഡിയയിലൊക്കെ
ചില വീഡിയോസൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ചില റീൽസിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ അത്തരം ചില കാര്യങ്ങൾ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. സോഷ്യൽ മീഡിയ എപ്പോഴും നല്ലതിനായിരിക്കില്ലല്ലോ, ചിലപ്പോൾ ചീത്തയായും നമ്മുടെ ജീവിതത്തെ ബാധിക്കാനിടയുണ്ട്. അപ്പോൾ അതാണ് പലപ്പോഴും കാണുന്നത്. എന്തായാലും നേമത്തെ അഹല്യയുടെ ഈ ഒരു സംഭവം അത് മക്കളെ നിങ്ങളോടാണ്. അച്ഛനമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ ശാസിക്കുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനമ്മമാരാകുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നതെന്ന് നിങ്ങൾ ആദ്യം ഓർക്കുക. എന്തിനാണ് ഇങ്ങനെ അച്ഛനമ്മമാരെ ഇങ്ങനെ ആജീവനാന്ത കാലം ഒരു ദുഃഖത്തിലേക്ക് അവരെ ഇങ്ങനെ നിങ്ങൾ താഴ്ത്തിയിടുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇനിയെങ്കിലും കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് ബുദ്ധിയും വിവേകവും പക്വതയൊക്കെ ഉണ്ടാവും. നിങ്ങളവിടെ തന്നെയാണ്. നിങ്ങളുടെ അനിയനോടും നിങ്ങളോടും അനുജത്തിയോടും നിങ്ങളോടൊക്കെ ഒരേ സ്നേഹമാണ് നിങ്ങളുടെ അച്ഛനമ്മയ്ക്കും എന്ന് ഓർത്താൽ നന്ന്.